വോട്ട് എന്ന പൗരന്റെ അടിസ്ഥാന അവകാശവും ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും അട്ടിമറിക്കപ്പെട്ടതിന്റെ തെളിവുകളുമായാണ് പ്രതിപക്ഷം ഇത്തവണ പോരിനിറങ്ങിയിരിക്കുന്നത്. ജനാധിപത്യത്തെ എന്തു വില കൊടുത്തും സംരക്ഷിക്കാൻ, അതിനെതിരായ എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ, ജനാധിപത്യം എന്തെന്നും ഇന്ത്യൻ ഭരണഘടന എന്തെന്നും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഏക മനസ്സോടെ അവർ അണിനിരന്നു. ഒറ്റനോട്ടത്തിൽ ബീഹാറിലും ബംഗാളിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പുമെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സംഘവും ഇറങ്ങിയിരിക്കുന്നതെന്ന് തോന്നാമെങ്കിലും അതിനപ്പുറമുള്ള രാഷ്ട്രീയ മാനങ്ങൾ ഈ പോരാട്ടത്തിനുണ്ട്. രാഹുൽ ഗാന്ധി തന്റെ പക്കൽ ഒരു ആറ്റം ബോംബ് ഉണ്ടെന്ന് വെല്ലുവിളിച്ചപ്പോൾ പരിഹാസമായിരുന്നു ആദ്യം ഭരണപക്ഷത്തിന്റെ ആയുധം. പക്ഷേ എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിപക്ഷ മാർച്ചിൽ ഭരണകേന്ദ്രങ്ങൾ ഒന്ന് വിറച്ചിട്ടുണ്ട്. വോട്ടുകൊള്ളയുടെ കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പുതിയ ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടമാണ് ഈ മാർച്ച് എന്ന് തന്നെ നമുക്ക് വായിക്കാം. ആദ്യഘട്ടം രാഹുൽ ഗാന്ധി നടത്തിയ ആ പവർ പോയിന്റ് വാർത്താ സമ്മേളനമായിരുന്നു. ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം നാടും വീടും പേരുമുള്ള കള്ള വോട്ടർമാരുടെ വലിയ പട്ടിക രാഹുൽ വലിയ സ്ക്രീനിൽ കാണിച്ചു തന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കുന്നതിനായി ബംഗളൂരു സെൻട്രലിൽ മാത്രം 1 ലക്ഷത്തോളം വ്യാജ വോട്ടുകൾ ചേർത്തുവെന്നാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തിയത്. മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക എന്നിവിടങ്ങളിലെ വോട്ടർ പട്ടിക, മഹാരാഷ്ട്രയിലെ പോളിംഗ് ദിവസത്തെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചത്, ഒരാൾ തന്നെ പല ബൂത്തുകളിലുള്ളത്, വ്യാജ മേൽവിലാസങ്ങൾ, നിയമസഭാ ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനുമിടെ ചേർക്കപ്പെട്ട 1 കോടി പുതിയ വോട്ടർമാർ എന്നിങ്ങനെ രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തിയത് ഒട്ടനവധി കാര്യങ്ങളാണ്. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ജനപിന്തുണ തേടി ആരംഭിച്ച ക്യാമ്പയിനായിരുന്നു അടുത്ത ഘട്ടം. വോട്ടുകൊള്ള പല ദേശീയ മാധ്യമങ്ങളും സൈഡ് ലൈൻ ആക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയായിരിക്കണം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും votechori.in എന്ന പേരിൽ ഒരു വെബ്സൈറ്റിന് തുടക്കമിട്ടത്. വെബ്സൈറ്റിൽ വോട്ട് ചോരി പ്രൂഫ്, ഡിമാൻഡ് EC അക്കൗണ്ടബിലിറ്റി, റിപ്പോർട്ട് വോട്ട് ചോരി എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ഇതിൽ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതേപറ്റി ജനങ്ങൾക്ക് തുറന്നെഴുതാം. ഇതുകൂടാതെ ഐ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് വോട്ട് ചോരി എന്ന സർട്ടിഫിക്കറ്റ് രൂപത്തിലുള്ള ഒരു ക്യാമ്പയിനും കോൺഗ്രസ് തുടക്കമിട്ടു. ഇതിനിടയിൽ ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചു. പക്ഷേ പിന്മാറാൻ പ്രതിപക്ഷം തയ്യാറായില്ല. പ്രതിഷേധ മാർച്ചായിരുന്നു അടുത്ത ഘട്ടം. പട നയിച്ചു വരുന്ന രാഹുൽ ഗാന്ധി, പിന്നിൽ അണിനിരന്ന 300 MPമാർ. പ്രതിപക്ഷ മാർച്ച് തലസ്ഥാന നഗരിയെ സ്തംഭിപ്പിച്ചു. ബാരിക്കേഡുകൾ ചാടിക്കടന്നും ഭരണഘടന ഉയർത്തിപ്പിടിച്ചും മോദി ചോർ ഹേ എന്ന മുദ്രാവാക്യം ഉറക്കെ വിളിച്ചും പ്രതിപക്ഷം നടത്തിയ മാർച്ചിൽ ഡൽഹിയിലെ ഭരണസിരാ കേന്ദ്രങ്ങൾക്കെല്ലാം തീപിടിച്ചു. വോട്ടുകൊള്ളയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന ഈ ക്യാമ്പയിനെ രാഷ്ട്രീയപരമായി തീർച്ചയായും ചില ഇമ്പാക്റ്റുകൾ സൃഷ്ടിക്കാനായിട്ടുണ്ട്. 1. വ്യാജ വാർത്തകളും വസ്തുതാവിരുദ്ധ പ്രചരണങ്ങളും സർവ്വ മേഖലകളിലും, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പോലും സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്താണ് കൃത്യമായ ഡാറ്റയുടെ പിൻബലത്തോടെ പുതിയ കാലത്തോട് സംവദിക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് രംഗത്തു വരുന്നത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾക്ക് സർവത്ര അംഗീകാരം ലഭിച്ചു ഇക്കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പല ഇൻഫ്ലുവൻസേഴ്സും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന വീഡിയോസ് പങ്കുവച്ചിരുന്നു. ആ ക്യാമ്പയിൻ ജനങ്ങളിലേക്ക് കടന്നു ചെന്നതിന്റെ പ്രതിഫലനമായിരുന്നു അത്. കേരളത്തിലേതടക്കമുള്ള പ്രാദേശിക മാധ്യമങ്ങൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്ക് പിന്നാലെ തപ്പിയിറങ്ങി. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലായത് അങ്ങനെയാണ്. 2. ഒരു നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പലപ്പോഴും ഉയരുന്ന വിമർശനങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് സ്ഥിരതയില്ല എന്നതായിരുന്നു. പക്ഷേ ഭരണഘടനയുടെ സംരക്ഷണത്തിനാണ് താൻ ഓരോ ചുവടും വെക്കുന്നതെന്ന വാക്കുകൾ ഏറ്റവും കൺസിസ്റ്റന്റ് ആയാണ് അദ്ദേഹം തുടരുന്നത്. ഭരണഘടന കയ്യിലേന്തിയാണ് ഓരോ പ്രതിഷേധ പരിപാടികളിലും ക്യാമ്പയിനുകളിലും രാഹുൽ ഗാന്ധി മുന്നിൽ നടക്കുന്നത്. ഭരണഘടനയിൽ ഭേദഗതിയോ തിരുത്തുകളോ വരുത്താതെ തന്നെ അത് പൗരന് നൽകുന്ന അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് ആദ്യം പറഞ്ഞ നേതാക്കളിൽ ഒരാളും രാഹുൽ തന്നെയായിരുന്നു. വോട്ടുകൊള്ളയ്ക്കെതിരെയുള്ള ഈ ക്യാമ്പയിനിലും ഭരണഘടന സംരക്ഷണം തന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പലകുറി ആവർത്തിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് സ്ഥിരതയില്ല എന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടി ആകുന്നുണ്ട് രാഹുലിന്റെ ഈ പോരാട്ടം. 3. രാഹുലിനും കോൺഗ്രസിനും അപ്പുറത്തേക്ക് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യ സഖ്യത്തിലേക്കാണ്. സഖ്യത്തിന്റെ പ്രാരംഭ നേതാക്കളിൽ പലരും മറുകണ്ഠം ചാടിയതും മറ്റു ചിലർ വഴിമാറിപ്പോയതും പരസ്പരം ഉടലെടുത്ത തർക്കങ്ങളുമെല്ലാം ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന മാർച്ച് പ്രതിപക്ഷ സഖ്യം ശക്തമായി തന്നെ നിലനിൽക്കുമെന്ന സൂചനകൾ നൽകിയ ഒന്നായിരുന്നു. പ്രതിഷേധത്തിനിടെ തളർന്നുപോയ തൃണമൂൽ കോൺഗ്രസ് MP മിതാലി ബാഗിനെ ചേർത്തുപിടിച്ച കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയുടെയും CPIM MP ജോൺ ബ്രിട്ടാസിന്റെയും ചിത്രം ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്നതിന് കാരണവും ഇന്ത്യ സഖ്യത്തിനുമേൽ ജനാധിപത്യ വിശ്വാസികൾക്കുള്ള പ്രതീക്ഷകളാണ്. വോട്ടുകൊള്ളയ്ക്കെതിരെ നടക്കുന്ന പ്രതിഷേധ ക്യാമ്പയിന്റെ ഭാവി എന്താകുമെന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. ക്യാമ്പയിന് പൊതുജനങ്ങൾക്കിടയിലും മാധ്യമങ്ങളിലും ശ്രദ്ധ നേടാനായിട്ടുണ്ട്.
ക്യാമ്പയിന്റെ ഭാഗമായി നിയമ നടപടികളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ തലങ്ങളിലുള്ളവർ കടന്നിട്ടുമുണ്ട്. BJPക്ക് സ്വാഭാവികമായും ചെറുതല്ലാത്ത ചങ്കിടിപ്പുണ്ടായിട്ടുണ്ട്. വരും നാളുകളിൽ ഈ ക്യാമ്പയിൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അതിന്റെ ഭാവി എന്തായാലും അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല, ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യത്തിനും ഇവിടുത്തെ പൗരന്മാർക്കും ജനാധിപത്യത്തിനും നിർണായകമായി.